ഹലോ, ഫോട്ടോ ഹൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട മെറ്റീരിയൽസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യം. നെക്സ്റ്റ് ആയിട്ട് ചെറിയ പീസ് റിബൺ ആണ്. ബോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിബൺ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളാണ്, ഇതുപോലെ സിസർ. ഇത് വന്നിട്ട് ജൂട്ട് ത്രെഡ് ആണ്. ഇത് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോം ഫ്ലവർ ആണ്. ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കളർ കോമ്പോലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഏത് കളർ കോമ്പോലാണോ ഫ്ലവർ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം റിബണും എടുക്കാൻ. നെക്സ്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് ഫോട്ടോ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5x5 സെന്റിമീറ്ററിലുള്ള ഫോട്ടോ ആണ്. നിങ്ങളിനി ഹൂപ്പ് വലിയ ഹൂപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫോട്ടോന്റെ സൈസും കൂട്ടിക്കൊടുത്താൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ജൂട്ട് ത്രെഡ് എടുത്തിട്ട് ഇതിന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വന്നിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കണം. അടുപ്പിച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ അടുപ്പിച്ച് വേണം നമ്മൾ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജൂട്ട് ത്രെഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ലാസ്റ്റ് വരുന്ന പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഒന്നും കൂടി റോൾ ചെയ്തിട്ട് ഒരു കെട്ടും കൂടെ കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് ഫുള്ളായിട്ട് നമ്മൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ലൈന് പോലെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു ത്രെഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അങ്ങനെ കെട്ടിക്കൊടുക്കുക. നമ്മൾ ഈ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സ്റ്റിക്കായിട്ട് വുഡൻ ത്രെഡ് നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആവുന്നത് വരെ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ കെട്ടിക്കൊടുക്കുക. ബാക്കി വന്ന നൂല് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കും. അതുപോലെ ഇവിടെയും ബാക്കി വന്ന നൂല് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. ഇനി അതുപോലെ തന്നെ സെൻറ്ററിലും ഇങ്ങനെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കെട്ടിക്കൊടുക്കാം. നമ്മൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ തന്നെ 2 പ്രാവശ്യമെങ്കിലും കെട്ടിക്കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞു വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഈ ബാക്കി വന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ അതേ സെയിം പ്രോസസ്സിൽ കെട്ടിക്കൊടുക്കാം. നമുക്ക് ബാക്കി വന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്കൊരു ഫ്രെയിം പോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തുമാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ചെയ്യുന്ന സമയത്ത് റെഡ് ആൻഡ് വൈറ്റ് അങ്ങനെ കോംബോ കളേഴ്സായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5x5 സെൻറ്റിമീറ്റർ ഫോട്ടോ ആണ് എടുത്തത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, അതായത് നിങ്ങൾ എടുക്കുന്ന ഹൂപ്പിൻ്റെ സൈസിനനുസരിച്ച് ഫോട്ടോൻ്റെ സൈസും നമ്മൾ കൂട്ടിക്കൊടുക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 7 ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ഫോട്ടോ, ഈ സെൻട്രൽ പൊസിഷനിൽ 3 ഫോട്ടോ ആണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഫോട്ടോയും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഹൂപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിബണ് ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫോട്ടോ ഹൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇതിൽ വന്നിട്ടുള്ളത് 7 ഫോട്ടോസാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൂപ്പ് സൈസ് 8 എന്നുള്ളത് നമുക്ക് 10ഓ 12ഓ 16ഓ അങ്ങനെ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ സൈസ് കൂട്ടി കൊടുത്താൽ മതി. അപ്പം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിബൺ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.